മേശയുടെ കാലിൽ തട്ടി ഗൗരി നേരെ ആദിയുടെ പുറത്തേക്ക് വീണു. അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖം മറച്ചു. ഗൗരി പതുക്കെ തല ഉയർത്തി. തൻ്റെ കാഴ്ചയെ തടഞ്ഞ അവളുടെ മുടിയിഴകളെ അവൻ വകഞ്ഞു മാറ്റി. ഗൗരി ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ കാന്ത കണ്ണുകളിൽ താൻ അലിഞ്ഞില്ലാതാവുന്നത് അവൾ അറിഞ്ഞു. അവൻ അവളുടെ കവിളിലൂടെ വിരലോടിച്ചു. നീ എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയാലും നിന്റെ ഈ കണ്ണുകൾ എനിക്കുള്ള ഉത്തരം തരുന്നുണ്ട് ദുർഗ. അവനിൽ നിന്നും ദുർഗ എന്ന വിളി കേട്ടതും അവൾ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും പിഴഞ്ഞെണീറ്റു. ഇത് നോക്കാതെ, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. വെറുതെ എൻ്റെ പുറകെ നടന്ന് നിന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഞാനൊരിക്കലും നിന്നെ സ്നേഹിക്കില്ല, അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതിന് ഞാനിപ്പോഴും നിന്നോട് എന്നെ സ്നേഹിക്കാൻ പറഞ്ഞത്. നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നീ എൻ്റെ പെണ്ണാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. ഗൗരി അവനെ രൂക്ഷമായെന്ന് നോക്കി. അതിനവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ട് അവൾ അവനെ കൊല്ലുന്നൊരു നോട്ടം നോക്കി അവിടുന്ന് പോയി. അവൾ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ ആദി നിന്നു. ഇതേ സമയം വാഗമര ചുവട്ടിലിരുന്ന് സംസാരിക്കുമായിരുന്നു ബാക്കിയുള്ളവർ. അനു വിച്ചുവിനോട് ചേർന്നിരുന്ന് അവനോട് സംസാരിക്കുവാണ്. ഹലോ, ഞങ്ങൾ കുറച്ചു പേര് കൂടി ഇവിടെ ഉണ്ട്, ഒന്ന് മൈൻഡ് ചെയ്യാം. എബി അനുവിനെയും വിച്ചുവിനെയും നോക്കി പറഞ്ഞു. രണ്ടുപേരും അവരെ നോക്കി ഇളിച്ചു കാണിച്ചു. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു പാർട്ട്ണർ. ഇപ്പോൾ ഇവനെ കിട്ടിയ ശേഷം എന്നെ തിരിഞ്ഞു നോക്കാറില്ല. അജു വിഷമത്തോടെ അനുവിനെ നോക്കി പറഞ്ഞു. എൻ്റെ അജൂക്ക, ഇങ്ങളെ ഞാൻ അങ്ങനെ മറക്കോ? എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ എൻ്റെ അജൂക്കയല്ലേ ഉള്ളൂ. ഉവ്വേ, അത് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് ഒരാൾ വന്നു. വന്നയാളെ കണ്ടതും ബോയ്സ് എല്ലാം ഉടനെ എണീറ്റു. പെൺപിള്ളേർ ഇതാണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അവസാനം കാര്യമറിയാതെ അവരും എണീറ്റിരുന്നു. എന്താണ് ഇവിടെ എല്ലാവരും കൂടി? പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. വന്നയാൾ പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സാ, ജൂനിയേഴ്സാണ്. അങ്കിൾ എപ്പോഴെത്തി? ഞാൻ ഇന്നലെ എത്തി സിദ്ധു. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായില്ലേ, അതാ ഇന്ന് തന്നെ ഇറങ്ങിയത്. പെൺപിള്ളേരെപ്പോഴും കിളി പറന്ന് നിൽക്കുവാണ്. വന്നയാൾ എല്ലാവരെയും നോക്കി അവസാനം വിച്ചുവിനടുത്ത് നിൽക്കുന്ന അനുവിലെത്തി നിന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം അയാൾ വിച്ചുവിനെ നോക്കി. വിച്ചു ചിരിച്ചുകൊണ്ട് തലകുലുക്കി. മോൾക്കെന്നെ മനസ്സിലായോ? അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അനു മനസ്സിലാവാതെ വിച്ചുവിനെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചു. ഞാൻ ഇവൻ്റെ അച്ഛനാണ്. അയാൾ വിച്ചുവിനെ ചൂണ്ടി പറഞ്ഞതും അനുവിൽ ഒരേ സമയം ഞെട്ടലും പേടിയും ഉളവായി. അവളൊന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഇവൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അതുകൂടി കേട്ടതും അനുവിൻ്റെ ഉള്ള ധൈര്യം കൂടി പോയി. അവൾ ദയനീയമായി വിച്ചുവിനെ നോക്കി. എന്താ മോളുടെ പേര്? അവന്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ മുത്തശ്ശിയും. ആഹാ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ വില്ലേജ് ഓഫീസറാണ്. വിച്ചുവിൻ്റെ അച്ഛൻ അനുവിനെയും കൂട്ടി കുറച്ച് സമയം മാറി നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് അയാൾ വിച്ചുവിനടുത്തേക്ക് വന്നു. എന്തായാലും നിന്റെ സെലക്ഷൻ തെറ്റിയില്ല. എനിക്കിഷ്ടമായി എൻ്റെ മരുമോളെ, അച്ഛൻ വിച്ചുവിനെ നോക്കി പറഞ്ഞു. അവൻ അനുവിനെ നോക്കി ചിരിച്ചു. എന്നാലും എൻ്റെ മോളെ, നിന്റെ സെലക്ഷൻ വളരെ മോശം. നിനക്ക് ഇവനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? ഇനി നിനക്ക് എന്തേലും എതിർപ്പുണ്ടേ എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ മോൾക്ക് രാജകുമാരനെ പോലെ ഒരു ചെറുക്കനെ കൊണ്ടുതരാം അച്ഛൻ. ഡാഡ്, വിച്ചു അലറിയതും അനുവും അച്ഛനെ അവനെ നോക്കി ചിരിച്ചു. എന്നാൽ ശരി മക്കളെ, ഞാൻ പോകുക. ഓഫീസിൽ വന്ന് പോകണം. അല്ല, ആദ്യം എവിടെ? അവൻ ലൈബ്രറിയിൽ പോയെങ്കിൽ. ഓക്കെ, ശരി മക്കളെ, ഞാൻ പോകുക. അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. ഇഷ്ടായോ ഭാവി അമ്മായിയപ്പനെ? അച്ഛൻ പോയതും വിച്ചു അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു. കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ അനുവും ആനും അവരുടെ സ്ഥിരം പരിപാടി തുടങ്ങി. രണ്ടും ഒരു മയവുമില്ലാതെ തള്ളി മറിക്കുന്നുണ്ട്. ഡി അന്നമ്മേ, നിന്നോട് മുന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. നീയും അച്ഛനും എപ്പോഴാ സെറ്റായേ? അതൊരു നീണ്ട സ്റ്റോറിയാണ് മോളെ. നീ പറ, ടൈം കിടക്കുവല്ലേ? ഗൗരി ഇവരുടെ സംസാരം നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇച്ചാന് എൻ്റെ അങ്കിളിൻ്റെ മോനാണ്, അതറിയാലോ. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒടുക്കായിരുന്നു. ഇച്ചായനൊരു അനിയത്തിയുണ്ട്, ഏഞ്ചൽ. നമ്മുടെ സെയിം ഏജാണ്. അവളും ഞാനും കട്ട കമ്പനിയായിരുന്നു. ഇച്ചായനിട്ട് പാര പണിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി. ഇച്ചായൻ അവളെ ഒന്നും പറയൂലെങ്കിലും എനിക്ക് കണക്കിന് കിട്ടുമായിരുന്നു. ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഇച്ചായൻ ഇങ്ങോട്ട് വന്നേ ഡിഗ്രി ചെയ്യാൻ. പിന്നെ ഇച്ചായനെ കാണാതെ ഭയങ്കര സങ്കടമായിരുന്നു.
എന്നും ഫോൺ വിളിച്ച് പുള്ളിയെ വെറുപ്പിക്കും. ഒരിക്കൽ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ പുള്ളിയെ പേടിപ്പിക്കാനായിട്ട് ഞാനും ഏഞ്ചലും കൂടി ഒരു കളിപ്പാമ്പിനെ കൊണ്ട് ഇച്ചായൻ്റെ ബെഡിലിട്ടു. പണി പാളി. പുള്ളിക്ക് പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളാണ് അതിന് പിന്നിലെന്ന് മനസ്സിലായതും പുള്ളി ഒരു വരവായിരുന്നു. ഇച്ചായനെ കണ്ടതും ഏഞ്ചൽ മുങ്ങി. അങ്ങേരെ മുന്നിൽ പെട്ടുപോയത് ഞാനും. ഒരടി പ്രതീക്ഷിച്ച് നിന്ന എന്നെ പിടിച്ച് അങ്ങേര് കിസ്സങ്ങ് തന്നു. പകച്ചു പോയില്ലേ എൻ്റെ ബാല്യം. അതോടുകൂടി അങ്ങേരുടെ കൺവട്ടം കാണുമ്പോൾ ഞാൻ മുങ്ങും. അങ്ങനെ ഞാൻ 10th കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇച്ചായൻ ലീവിന് വന്നു. ഞാൻ മുന്നിലോട്ട് പോയില്ല. അവസാനം പുള്ളി എന്നെ തിരക്കി വന്ന് സോറിയൊക്കെ പറഞ്ഞു. പിന്നെ ഇഷ്ടമായണ്ട അന്ന് കിസ് തന്നേന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി അങ്ങേരെൻ്റെ തലയിലായി. പിന്നെ അറിയുന്നേ വീട്ടുകാർ ഞങ്ങളുടെ കെട്ടൊക്കെ കുഞ്ഞിലെ ഉറപ്പിച്ചു വെച്ചതാണെന്ന്. ആനൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. എന്നാലും എൻ്റെ അച്ചായ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുച്ചിനെ പിടിച്ച് കിസ്സടിച്ചോ? അനു അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തല്ലുകൂടിയൊക്കെ സമയം പോയി. രാത്രി ഫുഡ് കഴിച്ച് അവർ 3 പേരും കിടന്നു. അനുവും ആനും ഉറങ്ങിയെന്ന് ഉറപ്പായതും ഗൗരി ജാക്കറ്റ് എടുത്ത് പുറത്തേക്കിറങ്ങി. ഹോസ്റ്റൽ മതിൽ ചാടിക്കടന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ഓടിച്ചു പോയി. ലക്ഷ്യസ്ഥാനത്തെത്തിയതും വണ്ടി ഒതുക്കി അവൾ ഇറങ്ങി അകത്തേക്ക് ചെന്നു. അവളെ കാത്തിരുന്നത് പോലെ ഒരാൾ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. എന്തായി, കിട്ടിയോ? കിട്ടി, ദാ ഇതിലുണ്ട്. അയാളൊരു എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി തുറന്നു നോക്കി. അതിനകത്തുള്ള ഫോട്ടോയിലേക്ക് അവളുടെ ദൃഷ്ടി പതിച്ചു. ആ ഫോട്ടോയിലേക്ക് നോക്കും തോറും അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. പ്രതികാരം എന്ന ചിന്ത അവളുടെ രക്തയോട്ടം കൂട്ടി. ഇയാളെവിടെ ഉണ്ടെന്നറിഞ്ഞോ? ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. എത്രയും വേഗം കണ്ടുപിടിക്കണം. വൈകുന്ന ഓരോ നിമിഷവും അയാൾ രക്ഷപ്പെടുകയാണ്. ഇനി അനുവദിക്കരുത്, തീർക്കണം. ഇഞ്ചിഞ്ചായി നരകിപ്പിച്ച് ഇല്ലാതാക്കണം എനിക്കയാളെ. ഗൗരിയുടെ കണ്ണുകളിൽ പകയെറിഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ കണ്ടെത്തിയിരിക്കും. ഞാൻ ഇറങ്ങുക. അവൾ തിരികെ വണ്ടിയെടുത്ത് ഹോസ്റ്റലിലെത്തി. ശബ്ദമുണ്ടാക്കാതെ റൂമിൽ തിരിച്ചെത്തി ഉറങ്ങുന്ന അനുവിനെയും ആനിനെയും നോക്കി അവളുടെ ബെഡിലിരുന്നു. അയാളുടെ മുഖം ഒന്നുകൂടെ ഓർത്ത് മനസ്സിലെ ലക്ഷ്യം ദൃഢമാക്കി അവൾ കിടന്നു. പിറ്റേന്ന് കോളേജിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഉണ്ടായില്ല. ആദ്യമുള്ളിടത്തോട്ട് ഗൗരി പോയില്ലെങ്കിലും ആദ്യം അങ്ങോട്ട് പോയി അവളെ കണ്ടു. അവനെ കണ്ടിട്ടും അവൾ കാണാതെയായി നടിച്ചു. അത് ആദ്യയിൽ വിഷമമുണ്ടാക്കിയെങ്കിലും അവൻ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. വൈകിട്ട് കോളേജ് വിട്ടെങ്കിലും ആദിക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നതിനാൽ തന്നെ ബിച്ചുവും സിദ്ധുവും കളി കാണാനായി നിന്നു. അജുവും മെബിയും ആദിയുടെ കൂടെ കളിക്കുന്നുണ്ട്. ആദി കോളേജിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. ബിച്ചുവും സിദ്ധുവും ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുവാണ്. കളി കഴിഞ്ഞതും ആദിയും അജുവും മെബിയും അവരുടെ അടുത്തേക്ക് വന്നു. സിദ്ധു നീട്ടിയ ബോട്ടിൽ വാങ്ങി മൂവരും വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു. അവർ ബൈക്ക് പാർക്ക് ചെയ്തിടത്തേക്ക് നടക്കുമ്പോഴാണ് ബിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ബിച്ചു ഫോൺ എടുത്തു. വാട്ട്? മറു സൈഡിൽ നിന്നും പറഞ്ഞ വാക്കുകൾ കേട്ടതും ബിച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. എന്താടാ, എന്തു പറ്റി? ആദ്യം സ്തംഭിച്ചു നിൽക്കുന്ന ബിച്ചുവിനെ പിടിച്ചു കുലുക്കി. അനു, എൻ്റെ അനു. ബിച്ചുവും കൂട്ടനും ഓടിക്ക് തെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ റിസപ്ഷനിലെത്തി. അവനി ഇപ്പോൾ ഒരു ആക്സിഡൻ്റായി വന്നത്, ബിച്ചു ആവലാതിയോടെ ചോദിച്ചു. ജസ്റ്റ് എ മിനിറ്റ്, റൂം നമ്പർ 345 2nd ഫ്ലോർ. താങ്ക് യു. ബിച്ചുവും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് ഓടി. സ്റ്റെപ്പുകൾ ഓടിക്കയറി റൂം നമ്പർ 345 മുന്നിലെത്തി ബിച്ചു ഒരു നിമിഷം നിന്ന ശേഷം ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ തലയണ ചാരിയിരിക്കുവാണ് അനു. തലയിലൊരു കെട്ടുണ്ട്. ഇടത് കൈക്കും പരിക്കുണ്ട്. കയ്യിൽ ട്രിപ്പിട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ ആനും ഗൗരിയുമുണ്ട്. അനു. ബിച്ചു അവളെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ബിച്ചുവേട്ടാ, പേടിക്കാനൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അനു അവൻ്റെ പുറത്ത് തടവിക്കൊണ്ട് പറഞ്ഞു. ബിച്ചു അവളിൽ നിന്ന് വിട്ടുനിന്ന് അവളുടെ കവിളിലും കയ്യിലുമൊക്കെ തലോടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയ്യേ, ബിച്ചുവേട്ടൻ കരയുവാണോ? ദേ, എനിക്കൊന്നുമില്ല, അനു കൈ പൊക്കി കാണിച്ചു. എന്ത് ശരിക്കും ഉണ്ടായത്? അജു ഗൗരിയെയും ആനിനെയും നോക്കി. അനു അവരെ നോക്കി പറയില്ലെന്ന് ആംഗ്യം കാണിച്ചു. അവളുടെ ഒരു പൂച്ചക്കുട്ടിക്ക് പിന്നാലെ പോയി ഹോസ്പിറ്റലിലാണ് എത്തിയത്. ആൻ പറഞ്ഞത് ബിച്ചുവടക്കം ആനിനെ നോക്കി. അനു തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. കോളേജ് കഴിഞ്ഞ് ചില സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് ഗൗരിയും അനുവും ആനും കൂടി ടൗണിലേക്ക് പോയി. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നത് കൊണ്ട് നടന്നു പോയത്. പോകുന്ന വഴി അനുവും ആനും നിർത്താതെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പൂച്ചക്കുട്ടിയെ അനു കണ്ടത്. ദേ നോക്കടി, ഒരു പൂച്ചക്കുട്ടി, എന്ത് ക്യൂട്ടാ എന്ന് പറഞ്ഞൊരു പോക്കായിരുന്നു പെണ്ണ്. വണ്ടിയുടെ ഹോണടിയൊന്നും കേട്ടില്ല. പെട്ടെന്നൊരു വാന വന്നിടിച്ചു. ആൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരും കൂടി ഒരു നോട്ടമായിരുന്നു അനുവിനെ. അവൾ അവരെ നോക്കി സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരി ചിരിച്ചു കാണിച്ചു.
വിച്ചുവിനെ നോക്കിയതും അവൻ കലിപ്പിൽ നോക്കുന്നത് കണ്ട് അടുത്തുനിന്ന് ഗൗരി അടുത്തേക്ക് അനു നീങ്ങിയിരുന്നു. അത് പിന്നെ ഉണ്ടല്ലോ, നല്ല പൂച്ചക്കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് വിച്ചു ഉൾപ്പെടെ ചിരിച്ചുപോയി. ഓ എൻ്റെ കൃഷ്ണ, താങ്ക്സ്. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അനുക്ക് അവളിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇങ്ങനൊരു പെണ്ണ്. ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നു. ട്രിപ്പ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും, ഈ ബില്ലടയ്ക്കണം. ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം. ആദ്യ ബില്ലും വാങ്ങി പുറത്തേക്ക് പോയി. ബില്ലടച്ച് അവൻ വരുമ്പോഴേക്കും ട്രിപ്പ് കഴിഞ്ഞിരുന്നു. മെഡിസിൻ വാങ്ങി അവർ പോകാനായി ഇറങ്ങി. വിച്ചു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ വീട്ടിൽ വിളിച്ച് ഡ്രൈവറോട് കാറ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഡ്രൈവറെ പറഞ്ഞു വിട്ട് വിച്ചു കാറെടുത്തു. ആദ്യം കൂടെ കയറി ബാക്കിയുള്ളവർ ഹോസ്റ്റലിലേക്ക് പോയി. വിച്ചു അനുവിനെയും ഗൗരിയെയും ആനിനെയും ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കി. അനുവിനെ നോക്കിക്കൊള്ളാൻ ഗൗരിയെയും ആനിയെയും ഏൽപ്പിച്ച് അവർ തിരികെ പോയി. ആദ്യയെ വിച്ചു ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്ത് അവൻ്റെ ബുള്ളറ്റ് അവിടെയായിരുന്നു. ആദ്യ ബുള്ളറ്റുമായി അവൻ്റെ വീട്ടിലേക്ക് പോയി. രാത്രി അനുവിനുള്ള ഫുഡ് ആൻ റൂമിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. അവൾക്കുള്ള ഫുഡ് ഗൗരിയാണ് വാരിക്കൊടുത്തത്. അനുവിനെ ഒറ്റയ്ക്കാക്കാതെ ആദ്യം ആൻ പോയി ഫുഡ് കഴിച്ചു വന്നു. ആൻ വന്നപ്പോൾ ഗൗരി പോയി ഫുഡ് കഴിച്ചു. ഒരു ചെറിയ കുഞ്ഞിനെ നോക്കും പോലെ അവർ രണ്ടുപേരും കൂടി അനുവിനെ പരിചരിച്ചു. രാത്രി വിച്ചു വിളിച്ച് സംസാരിച്ചു. അനുവിനുള്ള മെഡിസിനും കൊടുത്തു കഴിഞ്ഞ് അവർ മൂന്നാളും കിടന്നു. അനുവിന് വയ്യാത്തതിനാൽ ഗൗരി അന്നത്തെ രാത്രി യാത്ര ഒഴിവാക്കി. ദേവൂട്ട, എവിടെയാ നീ? ദേവൂട്ടൻ ഒളിച്ച് കളിക്കുക. അമ്മ മോനെ കണ്ടുപിടിച്ച്. അമ്മയുടെ മോനെ ഒളിച്ച് കളിക്കുകയാണ്. അമ്മ ഇപ്പോൾ കണ്ടുപിടിക്കാട്ടോ. അമ്മ ദേവൂട്ടനെ അന്വേഷിച്ച് നടക്കുന്നു. കണ്ടുപിടിച്ചേ? ഡാ കള്ള, ഇവിടെ വന്നിരിക്കുമായിരുന്നോ? സോഫയുടെ ബാക്കിലിരുന്ന ദേവൂട്ടനെ അമ്മ വാരിയെടുത്തു. ഏയ്, അമ്മ മോനെ കണ്ടുപിടിച്ചേ. ദേവൂട്ടൻ കൈകൊട്ടി ചിരിച്ചു. ഇനി അമ്മ ഒളിച്ച്, മോൻ കണ്ടുപിടിക്ക്. ഇനി പിന്നെ കളിക്കാം. മോന് വിശക്കുന്നില്ലേ? അമ്മ ചോറ് തരാട്ടോ. ചോറ് തിന്നിട്ട് മോൻ്റെ കൂടെ കളിക്കണം. അമ്മ അവന് ചോറ് വാരിക്കൊടുത്തു. അവൻ അമ്മയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിച്ചു. ഇനി കളിക്കാം, അമ്മ ഒളിക്ക്. അമ്മ ഒളിച്ചു. ദേവൂട്ടൻ അമ്മയെ തിരഞ്ഞു നടന്നു. അമ്മേ! ആദ്യം ഞെട്ടി ഉണർന്നു. അവൻ ചുറ്റും നോക്കി. അവൻ നന്നായി വിയർക്കുന്നുണ്ട്. അവൻ തലയ്ക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരുന്നു. അവൻ പതിയെ എണീറ്റ് ലൈറ്റിട്ടു. ടേബിളിരുന്ന് വെള്ളമെടുത്ത് കുടിച്ചു. അവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 3 കഴിഞ്ഞു. അവൻ പതിയെ തിരിച്ച് കട്ടിലിൽ വന്നിരുന്നു. ഞാനെന്താ എപ്പോഴും ഈ സ്വപ്നം തന്നെ ആവർത്തിച്ച് കാണുന്നേ? ഏതാ കുട്ടി, ആ അമ്മ, ഞാനും അവരുമായിട്ടെന്താ ബന്ധം? ആദ്യം ഓരോന്ന് ആലോചിച്ചിരുന്നു. തൻ്റെ സ്വപ്നത്തിൽ സ്ഥിരമായി വരുന്ന ആ അമ്മയും മകനുമായി തനിക്കെന്താണ് ബന്ധമെന്നറിയാൻ അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഓരോന്ന് ആലോചിച്ച് അവൻ കട്ടിലിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് രാവിലെ ഗൗരിയാണ് ആദ്യം എണീറ്റത്. അവൾ എണീറ്റ് ആദ്യം തന്നെ അനുവിനെ നോക്കി. ശേഷം ഫ്രഷ് ആവാനായി പോയി. അവൾ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും ആന എണീറ്റിരുന്നു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. ആൻ ഫ്രഷ് ആവാനായി പോയി. അനു അപ്പോഴും ഉറങ്ങുമായിരുന്നു. ആൻ ഫ്രഷായി വന്ന ശേഷം അവൾ എബിയെ വിളിച്ചിന്ന് വരില്ലെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനു എണീറ്റു. ഗുഡ് മോർണിംഗ്. അനു കോട്ടുമായിട്ട് കൈ നിവർത്തിക്കൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ആനും ഗൗരിയും ഒരുമിച്ച് തിരിച്ചു വിഷ് ചെയ്തു. അനു പെട്ടെന്ന് ഞെട്ടി അവരെ രണ്ടാളെയും നോക്കി. സമയം എന്തായിപ്പോൾ? 9:30 കഴിഞ്ഞു. എൻ്റെ കൃഷ്ണ, 9:30യോ? ഞാൻ ഇത്രയും സമയം ഉറങ്ങിയോ? നിങ്ങളെന്താ എന്നെ വിളിക്കാഞ്ഞേ? കോളേജിൽ പോവണ്ടേ? അനു വെപ്രാളപ്പെട്ട് ചോദിച്ചു. ഡി പെണ്ണെ, ഒന്നടങ്ങ്. ഈ കെട്ടും വെച്ചുകൊണ്ടാണോ കോളേജിൽ പോണേ? ആൻ ചോദിച്ചു. അതിനെന്താ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം. വേണ്ടനു, ഇന്ന് പോണ്ട. നിനക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസം റെസ്റ്റ് എടുക്കണം. കോളേജിൽ വിളിച്ച് ഞങ്ങൾ ലീവ് പറഞ്ഞിട്ടുണ്ട്, ഗൗരി പറഞ്ഞു. എന്നാലും കോളേജിൽ പോവായിരുന്നു. ബിച്ചുവേട്ടനെ കാണാനല്ലേ. നിന്നെ ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് അടുപ്പിക്കരുതെന്ന പുള്ളി പറഞ്ഞേക്കുന്നേ. ഒരാഴ്ചയോ? അത് അങ്ങേരാണോ തീരുമാനിക്കുന്നേ? മാക്സിമം 2 ദിവസം. അതിൽ കൂടുതൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരും കരുതണ്ട. അനുമുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അത് കണ്ട് ആനും ഗൗരിയും ചിരിച്ചു. അനുവിനെ ഫ്രഷ് ആവാനും മറ്റും ഗൗരി സഹായിച്ചു. ആ സമയം ആൻ മെസ്സിൽ പോയി അവൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. ഫുഡൊക്കെ കഴിച്ച് അവർ 3 പേരും ഓരോന്ന് പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഡോറിൽ ഒരു മുട്ട് കേട്ട് ഇതിപ്പോൾ ആരായി സമയത്തെന്ന് പറഞ്ഞ് ആൻ പോയി ഡോറ് തുറന്നു. അവളെ തള്ളി മാറ്റി ആലിയും ഇന്ദുവും കൂടി അകത്തേക്ക് കയറി. ആഹാ, നിങ്ങളൊന്ന് കോളേജിൽ പോയില്ലേ? നിങ്ങളില്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ ഇന്നലെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇവൾ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വരാഞ്ഞേ, ഇന്ദു ഗൗരിയെ നോക്കി പറഞ്ഞു. ആലി അനുവിനടുത്ത് വന്നിരുന്നു. അവളുടെ നെറ്റിയിൽ തൊട്ടു.
വേദന ഉണ്ടോടി? ഏയ് നല്ല സുഖമല്ലേ, ഒന്ന് പോടി. അങ്ങനെ അവർ അവിടെ അടിച്ചു പൊളിച്ചു. അനുവിനെ ബെഡിൽ നിന്ന് അനങ്ങാൻ ഗൗരി സമ്മതിച്ചില്ല. ആനുമാലിയും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് അനുവിനെ എൻ്റർടൈൻ ചെയ്തു. അനുവിനെ ഇറങ്ങി അവരോടൊപ്പം കളിക്കണമെന്നുണ്ടെങ്കിലും ഗൗരിയെ കാണുമ്പോൾ ഇറങ്ങാനും വയ്യ. അവൾ ബെഡിലിരുന്ന് തന്നെ സ്റ്റെപ്പുകൾ വെച്ചു. ഇടയ്ക്ക് വെച്ചു വീഡിയോ കോൾ ചെയ്തു. അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു. ഗൗരി മാത്രം ഒഴിഞ്ഞു മാറി. വൈകുന്നേരമായപ്പോൾ ആലിയും ഇന്ദുവും വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് അനു നിർബന്ധിച്ച് ആനിനെ കോളേജിലേക്ക് അയച്ചു. ക്ലാസ് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് അവൾ കൂടി പോയില്ലെങ്കിൽ ബാക്കി 2 ഇന്നലത്തെ പോലെ വരും. താൻ കാരണം അവരുടെ ക്ലാസ് കൂടെ കളയേണ്ട അനുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗൗരി കൂടെ പറഞ്ഞപ്പോൾ ആൻ കോളേജിലേക്ക് പോയി. ആൻ പോയി കഴിഞ്ഞ് ഗൗരി അനുവിനുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് അനു അവളുടെ ജോലി കൃത്യമായി തുടർന്നു. അവൾ പറയുന്നതിനെല്ലാം ഗൗരി തലയാട്ടി ചിരിച്ചു. സംസാരത്തിനിടയിൽ അനു പെട്ടെന്ന് നിശബ്ദമായി. ഗൗരി എന്താണെന്നറിയാൻ അവളെ നോക്കി. തന്നെ നോക്കിയിരിക്കുവാണ് അനു എന്ന് മനസ്സിലായതും എന്താണെന്ന അർത്ഥത്തിൽ അവൾ പിരികമുയർത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? എന്താ? ഗൗരി സംശയത്തോടെ അനുവിനെ നോക്കി. നീ എവിടേക്കാ എന്നും രാത്രി പോകുന്നത്? അനുവിൻ്റെ ചോദ്യം കേട്ടതും ഗൗരി ഞെട്ടിത്തെറിച്ച് അവളെ നോക്കി.